50,000 രൂപയ്ക്ക് 20% പലിശ നിരക്ക് എടുക്കണം. 50,000 എന്ന് പറയുന്ന എമൗണ്ടിനെ നമുക്ക് എഴുതാം. 50,000 എന്ന് പറയുന്ന എമൗണ്ട് എഴുതാം. ഇതിൻ്റെ 20% ആദ്യം കണ്ടുപിടിക്കാം. 20% കണ്ടുപിടിക്കാൻ ഒന്നുകിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻറ്റു 20/100 ചെയ്യണം. അപ്പോൾ നമുക്ക് 50,000-ൻ്റെ 20% കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വലത്ത് നിന്നും ഇടത്തോട്ട് മാറ്റി ഒരു കുത്തിടണം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5,000 എന്ന് കിട്ടും. അങ്ങനെ കുത്തിട്ട് കിട്ടുന്ന സംഖ്യ 50,000-ൻ്റെ 10% ആയിരിക്കും. വളരെ ശ്രദ്ധിക്കൂ. 50,000-ൻ്റെ 10% കിട്ടാൻ വലത്ത് നിന്ന് ഇടത്തോട്ട് മാറ്റി ഒരു കുത്തിട്ടാൽ മതി. അപ്പോൾ കിട്ടുന്നത് 5,000 എന്നാണ്. 5,000 എന്ന് പറയുന്നത് 50,000-ൻ്റെ 10%. ഏതൊരു നമ്പറിൻ്റെയും 10% കിട്ടാൻ വലത്ത് നിന്ന് ഇടത്തോട്ട് ഒരു കുത്തിട്ടാൽ മതി. ഒരു ഒറ്റ സ്ഥാനം മാറ്റി ഒരു കുത്തിട്ടാൽ മതി. അപ്പോൾ 5,000 എന്ന് കിട്ടും. 5,000 എന്തോന്നാ? 50,000-ൻ്റെ 10%. നമുക്ക് 10% ആണോ വേണ്ടത്? 20%. 5,000 10% ആണെങ്കിൽ 10,000 ആയിരിക്കും 20%. അത് നമുക്ക് കോമൺ സെൻസ്, നമുക്ക് ലോജിക്ക് വെച്ച് പറയാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 50,000-ൻ്റെ 20% എത്രയാണെന്ന് ചോദിച്ചാൽ പറയാം 10,000. ഓക്കെ ആണേ? അതിനുശേഷം ഒരു വര ഇടുക. ഈ 10,000 എന്ന് പറയുന്നത് 50,000 രൂപയ്ക്ക് 20% നിരക്കിലുള്ള ആദ്യത്തെ വർഷത്തെ പലിശയാണ്. രണ്ടാമത്തെ വർഷത്തെ പലിശ അത് എഴുതാൻ വേണ്ടി ഈ 10,000-ത്തെ വീണ്ടും എഴുതുക. 10,000 വീണ്ടും എഴുതുക. ആ 10,000-ൻ്റെ 20% കാണുക. 10,000-ൻ്റെ 10% 1000. 10% കാണാൻ ഒരു സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ 1000. അങ്ങനെയാണെങ്കിൽ 1000 10% ആണെങ്കിൽ 2,000 ആയിരിക്കും 20%. ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 22,000 രൂപ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ 22,000 രൂപയാണ് 50,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ. 2 വർഷത്തെ കൂട്ടുപലിശ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 50,000-ൻ്റെ 20% എഴുതണം. 50,000-ൻ്റെ 20% എത്രയാ? 10,000. ആ 10,000-ത്തെ ഒരു തവണ കൂടി എഴുതണം. എന്നിട്ട് ആ 10,000-ൻ്റെ 20%-മായ 2,000 അതിൻ്റെ താഴെ എഴുതണം. ഈ 3 നമ്പർ കൂടി കൂട്ടി എഴുതുമ്പോൾ കിട്ടുന്ന 22,000 എന്ന് പറയുന്ന രൂപ, അതാണ് 50,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ. For more classes, download PSCtalks.